Hi friends, welcome to National Driving Institute. National Driving Instituteൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളോട് പറയാൻ പോകുന്നത് നമ്മളുടെ റൂൾസ്, കാര്യങ്ങൾ, ഒഫൻസ്, പെനാൽറ്റി, അത് വാല്യുവേഷൻ്റെ ഏത് വാല്യുവേഷനിൽ പെടും, അതിൽ നിങ്ങൾക്ക് ഡ്രൈവർക്ക് വരുന്ന ഒഫൻസ്, ഇനി ഓണർക്ക് വരുന്ന ഒഫൻസ്, അല്ലെങ്കിൽ മറ്റേ ഈ ഈ രജിസ്ട്രേഷൻ കാര്യങ്ങളൊക്കെ ആകുമ്പോൾ കമ്പനികൾക്ക് വരുന്ന ഫൈന് കാര്യങ്ങൾ, ആ ഫൈന് എത്രയാണ് എന്താണെന്നുള്ളതിനെക്കുറിച്ചുള്ള വീഡിയോ ആണ് ഞാനിന്ന് നിങ്ങൾക്ക് പറയാൻ പോകുന്നത്. അതിൽ ഒഫൻസ്, കുറേ ഒഫൻസുകൾ അതിലുണ്ട്. അതായത് ഡ്രൈവിംഗ് ലൈസൻസിനെ കുറിച്ച് സംബന്ധിച്ച് തന്നെ കുറേ സംഭവങ്ങൾ ഉണ്ട്. പല രീതിയിലുള്ള ഡ്രൈവിംഗ് ലൈസൻസ്, പല രീതിയിലുള്ള ഒഫൻസിനെ കുറിച്ച് നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടാവും. കണ്ടക്ടർ ലൈസൻസിനെ സംബന്ധിച്ചിട്ടുള്ള ആ കണ്ടക്ടർക്ക് ഏതൊക്കെ രീതിയിലാണ് ഫൈന് കിട്ടുക അതിനെ സംബന്ധിച്ച്, പിന്നെ അതേപോലെ തന്നെ വണ്ടി ആൾട്രേഷൻ കാര്യങ്ങളൊക്കെ വണ്ടിയിൽ ആൾട്രേഷൻ കാര്യങ്ങളൊക്കെ ചെയ്യുമല്ലോ, അതിനെക്കുറിച്ചുള്ളത്. പിന്നെ രജിസ്ട്രേഷനെ സംബന്ധിച്ച് ഏതൊക്കെ രീതിയിലാണ് രജിസ്ട്രേഷനെ സംബന്ധിച്ചുള്ള ഫൈനുകൾ ഏതൊക്കെ രീതിയിലാണ് എന്നുള്ളത്. പിന്നെ സ്പീഡിനെ സംബന്ധിച്ചുള്ള ഫൈനുകൾ എന്തൊക്കെയാണ്, ഏതൊക്കെ രീതിയിലാണ് ആ ഫൈനുകൾ എന്നുള്ളത്. ഓവർലോഡിനെ സംബന്ധിച്ച് ഏതൊക്കെ രീതിയിലാണ് ഫൈൻ വരുന്നത്. ടാക്സ് അടയ്ക്കാതിരുന്ന, ടാക്സ് തെറ്റിയാൽ എങ്ങനെയൊക്കെയാണ് അതിൻ്റെ ഫൈനുകൾ വരുന്നത്. ഈ റോഡ് സേഫ്റ്റിക്ക് എതിരായിട്ട് റോഡ് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ആൾക്കാരും, അതേപോലെ പാസഞ്ചേഴ്സ് ആകാം, റോഡ് യൂസേഴ്സ് ആവാം, പിന്നെ സ്റ്റേജ് കാരിയർ, കോൺട്രാക്റ്റ് കാരിയർ ചെയ്യുന്ന വണ്ടികളുണ്ട്, അതിൻ്റെ ഫൈൻ എങ്ങനെയാണ്. പിന്നെ അതേപോലെ ഇതിനൊക്കെ പുറമെ ജനറൽ ഫൈൻ എന്തൊക്കെയാണെന്നുള്ളത്, ഇത്രയും കാര്യങ്ങളാണ് ഞാൻ ഇന്ന് നിങ്ങളോട് എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത്. പക്ഷേ അത് ഒരു എപ്പിസോഡിൽ തന്നെ എല്ലാ കാര്യങ്ങളും ഉൾപ്പെടുത്താൻ പറ്റിയെന്ന് വരില്ല. കാരണം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ ആക്ച്വലി ഇങ്ങനത്തെ ഫൈന് കൂടുതലായിട്ട് ഞാൻ എയിം ചെയ്യുന്നത് നമ്മളുടെ PSC ആയിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കുട്ടികൾക്ക് അതിൻ്റെ ഓഫൻസ് 181 എന്താണ് സാറേ, 182 എന്താണ് സാറേ, 182 എന്താണ് സാറേ എന്നൊക്കെ പറഞ്ഞിട്ട് ഓരോരുത്തർ ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിന് 192ൻ്റെ വ്യത്യാസങ്ങൾ, ഇങ്ങനെയുള്ള സംഭവങ്ങളാണ് വരുന്നത്. അപ്പോൾ അതിനൊരു ക്ലാരിഫിക്കേഷനോടുകൂടി നമ്മളത് എല്ലാ കാര്യങ്ങളും എടുത്ത് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അത് പഠിക്കാനും ബുദ്ധിമുട്ടാണ്, മനസ്സിലാക്കാനും ബുദ്ധിമുട്ടാണ്. അതുമാത്രമല്ല, നിങ്ങൾക്ക് ഏതെങ്കിലും, ഇപ്പോൾ ഉദാഹരണത്തിന് പെട്ടെന്ന് നിങ്ങൾക്ക് ഡ്രൈവിംഗ് ലൈസൻസിനെ കുറിച്ചിട്ടാണ് ഒരു കാര്യം അറിയേണ്ടതെന്ന് പറയുമ്പോൾ നമ്മളത് സെപ്പറേറ്റ് ആയിട്ടുള്ള വീഡിയോകൾ ചെയ്യുമ്പോഴാണ് നിങ്ങൾക്ക് ഡ്രൈവിംഗ് ലൈസൻസിൻ്റെ ഒഫൻസ് എന്ന് പറഞ്ഞിട്ടുള്ള വീഡിയോ നിങ്ങൾക്ക് ഡയറക്റ്റ് എടുക്കാൻ പറ്റുള്ളൂ. അതുപോലെ കണ്ടക്ട് ലൈസൻസിനെ കുറിച്ചാണെങ്കിൽ അത് എടുക്കാൻ പറ്റുള്ളൂ. ഇനി സ്റ്റേജ് കാരിയറിൻ്റെ ആണെങ്കിൽ അത് എടുക്കാൻ പറ്റുള്ളൂ, അല്ലെങ്കിൽ ജനറൽ ആണെങ്കിൽ അത് എടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഞാനിതിനെ ഘട്ടം ഘട്ടമായിട്ടാണ് ചെയ്യുക. അത് കണ്ടിന്യൂസ് ആയിട്ട് കംപ്ലീറ്റ് ഈ റൂൾസ്, റെഗുലേഷൻസ്, പിന്നെ അതിൻ്റെ പെനാൽറ്റി, ഫൈന് കാര്യങ്ങൾ എന്തൊക്കെയാണെന്നുള്ളതൊക്കെ ഇതിൻ്റെയൊക്കെ വീഡിയോ കഴിഞ്ഞ ശേഷം മാത്രമേ അടുത്ത വീഡിയോ ഞാൻ ചെയ്യുള്ളൂ. കാരണം ഇതിനൊരു ഓർഡർ ഉണ്ടാകണം. അപ്പോൾ ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് നിങ്ങളുടെ അടുത്ത് ഡ്രൈവിംഗ് ലൈസൻസിനെ കുറിച്ചിട്ടുള്ള വീഡിയോ ആണ്. ഡ്രൈവിംഗ് ലൈസൻസിനെ കുറിച്ചിട്ടുള്ള ഒഫൻസുകൾ എന്തൊക്കെയാണ്, അത് ഏതൊക്കെ സെക്ഷൻ ഏതൊക്കെയാണ്, അതിൻ്റെ പിന്നെ വാല്യുവേഷൻ സെക്ഷൻ ഏതാണ്, പെനാൽറ്റി സെക്ഷൻ ഏതാണ്, അത് ആർക്കൊക്കെയാണ് എന്നുള്ളതിനെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ. ഡ്രൈവിംഗ് ലൈസൻസിനെ കുറിച്ച്, ഒരു ഡ്രൈവർ തൻ്റെ വാഹനം ലൈസൻസ് ഇല്ലാതെയോ അല്ലെങ്കിൽ വാലിഡായിട്ടുള്ള ലൈസൻസ് ഇല്ലാതെ, ലൈസൻസിന് വാലിഡിറ്റി ഇല്ല പറഞ്ഞാൽ ലൈസൻസ് ഇല്ലാത്തതിന് തുല്യമാണല്ലോ. അങ്ങനെ ഒരു ഡ്രൈവർ വാഹനം ഓടിച്ചാൽ നിങ്ങൾ ഏത് സെക്ഷനിലാണ് അതിൻ്റെ ഫൈൻ എന്താണെന്നുള്ളത്. അതുകൊണ്ട് ഡ്രൈവിംഗ് വെഹിക്കിൾ വിത്തൗട്ട് വാലിഡ് ലൈസൻസ്, അതായത് ഡ്രൈവിംഗ് വെഹിക്കിൾ, അതായത് ഒരു വാഹനം വാലിഡ് ലൈസൻസ് ഇല്ലാതെ നമ്മൾ ഓടിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ വാല്യുവേഷൻ സെക്ഷൻ പറയുന്നത് S31, S5, അങ്ങനെ 2 സെക്ഷനിലായിട്ടാണ് നിങ്ങൾക്ക് ഫൈൻ ചെയ്യുക. S31, S5. ഇതിൽ പെനാൽറ്റി സെക്ഷൻ വന്നിട്ട് S181, അത് ഡ്രൈവർക്ക് 5000 രൂപ. പിന്നെ S180 ഓണർക്ക് 5000 രൂപ. അങ്ങനെയാണ് നമ്മൾക്ക് ലൈസൻസ് ഇല്ലാതെ വാഹനം ഓടിച്ചു കഴിഞ്ഞാൽ 10,000 രൂപ ഫൈൻ എന്നുള്ളത് നിങ്ങൾ കേട്ടിട്ടുണ്ട്. അത് ഡയറക്റ്റ് ഒരാൾക്കല്ല ഫൈൻ വരുന്നത്, ഒന്ന് ഡ്രൈവർക്കും ഒന്ന് ഓണർക്കും. ഡ്രൈവർക്ക് 5000 രൂപ,
ഓണർക്ക് 5000 രൂപ. അങ്ങനെയാണ് വരുന്നത്. അതിൻ്റെ പെനാൽറ്റി സെക്ഷൻ 181ഉം 180 ആണ്. എസ് എന്നുള്ളത് സെക്ഷനാണ്, സെക്ഷൻ 181. എസ് 181 എന്ന് പറഞ്ഞാൽ സെക്ഷൻ 181, 181ഉം 180 ഇത് രണ്ടും കൂടെ ചേർത്തിയിട്ടാണ് 10,000 രൂപ ഫൈൻ ചെയ്യുന്നത്. ഇതിൻ്റെ വേരിയേഷൻ വന്നിട്ട് 3(1)ഉം 5ഉം, സെക്ഷൻ 3(1)ഉം സെക്ഷൻ 5ഉം. സെക്ഷൻ 3(1) എന്നുള്ളത് ഡ്രൈവർക്കും, സെക്ഷൻ 5 എന്നുള്ളത് ഓണർക്കും. ക്ലിയർ? അടുത്തത് 18 വയസ്സിൽ താഴെയുള്ള വ്യക്തികൾ വാലിഡ് അല്ലാത്ത ലൈസൻസ്, സാധാരണ 18 വയസ്സിന് താഴെ ലൈസൻസ് ഇല്ല, 16 വയസ്സിൽ ലൈസൻസ് ഉണ്ട്, പക്ഷേ അത് സാധാരണ ആരും എടുക്കാറില്ല. അങ്ങനെ ആ 18 ഇയേഴ്സ് ആകാത്ത കുട്ടികൾ വാഹനം ഓടിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ഫൈൻ എങ്ങനെ വരും എന്നുള്ളതാണ്. പിന്നെ ഇതിൽ 18 വയസ്സിൻ്റെ കാര്യം, 18 വയസ്സ് തികയാത്ത ആൾക്കാരെന്നുള്ളത് പറഞ്ഞല്ലോ. അപ്പോൾ അതായത് ഡ്രൈവിംഗ് വെഹിക്കിൾ വിത്തൗട്ട് വാലിഡ് ലൈസൻസ് അണ്ടർ ദി ഏജ് ഓഫ് 18 ഇയേഴ്സ് എന്നാണ് പറയുന്നത്. 18 വയസ്സിൽ താഴെയുള്ള വാഹനങ്ങൾ ഓടിക്കണതിൽ സെക്ഷൻ 3(1)ഉം പിന്നെ അതായത് വേരിയേഷൻ സെക്ഷൻ 3(1), 5 അതിൽ വരുന്നത്. അതേപോലെ പെനാൽറ്റി സെക്ഷൻ 181ഉം 199A അങ്ങനെ 2 സെക്ഷൻ വരുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇതിൽ എങ്ങനെയാണ് അത് വരുന്നത്? അത് ഇവിടെ ഞാനിങ്ങനെ ഒരു കോൾ ഇട്ടിട്ട് വെക്കുന്നുണ്ട്. ഇതിൻ്റെയൊക്കെ സ്ക്രീൻഷോട്ട് നിങ്ങൾ എടുത്തു വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പഠിക്കാൻ എളുപ്പമായിരിക്കും. ഞാൻ എഴുതിയ ലെറ്ററുകൾ വായിച്ച് മനസ്സിലാക്കാനും ശ്രമിക്കുക കേട്ടോ. അതായത് വാല്യുവേഷൻ സെക്ഷൻ 3(1)ഉം സെക്ഷൻ 5ഉം ആണ്. അതിൽ 3(1) എന്നുള്ളത് മറ്റേ ഡ്രൈവർക്കുള്ളതും 5 എന്നുള്ളത് ഓണറോ അല്ലെങ്കിൽ ഗാർഡിയനോ ആരാണ് ആ ഒരു ബന്ധപ്പെട്ട ആൾക്കാർക്കുള്ളതാണ്. ഇതിൽ ഡ്രൈവർക്കുള്ളത് സെക്ഷൻ 181ഉം ഈ വണ്ടി കൊടുത്ത ആൾക്ക്, ഈ 18 വയസ്സ് തികയാത്ത ആൾക്കാർക്ക് ആരാണോ വണ്ടി കൊടുത്ത അവർക്ക് സെക്ഷൻ 199Aയും. ഇത് രണ്ടും കൂടെ ചേരുമ്പോൾ ഓണർക്ക് വണ്ടി കൊടുത്ത ആൾക്ക് 25,000 രൂപയും വണ്ടി ഓടിച്ചവന് 5,000 രൂപ, ഇങ്ങനെ ടോട്ടൽ 30,000 രൂപ ഫൈൻ ചെയ്യാൻ ബാധ്യസ്ഥനാണ് കേട്ടോ. അപ്പോൾ ഇത് നിങ്ങൾക്കിപ്പോൾ സെക്ഷൻ ചോദിക്കുമ്പോൾ S181 ഡ്രൈവർ എല്ലാത്തിലും നോക്കിയാൽ മതി. ഇപ്പോൾ ഞാൻ ഇന്ന് പറയുന്ന ഡ്രൈവിംഗ് ലൈസൻസിലെ ഡ്രൈവറെ സംബന്ധിച്ച് വരുന്നതൊക്കെ സെക്ഷൻ 181 തന്നെ ആയിരിക്കും. പിന്നെ അതിൻ്റെ കൂടെ ആ സെക്ഷൻ 181 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 5,000 രൂപയാണ് ഫൈന്. ഈ സെക്ഷൻ 181 അല്ലാതെ നിങ്ങൾക്ക് അടുത്ത ഏതെങ്കിലും വരികയാണെങ്കിൽ അതിൻ്റെ കൂടെ ബാക്കിയുള്ള എമൗണ്ടും കൂടെ വരും. ഇതിൽ സെക്ഷൻ 199Aക്ക് 25,000 രൂപയാണ്, സെക്ഷൻ 181ന് 5,000 രൂപയും, അങ്ങനെയാണ് 30,000 രൂപ. ഇനി അടുത്തത് മറ്റെന്താണ്, ഒരു ട്രാൻസ്പോർട്ട് വെഹിക്കിൾ ഓതറൈസേഷൻ ഇല്ലാതെ ഓടിക്കുക. ഓതറൈസേഷൻ ഇല്ലാതെ പറഞ്ഞാൽ പെർമിറ്റ് ഇല്ലാതെ ഓടിക്കുക, ഓടിക്കാൻ പാടാത്തത് കൂടെ ഓടിക്കുക, അത് ചെയ്യാൻ പാടാത്ത കാര്യങ്ങൾ ട്രാൻസ്പോർട്ട് വെഹിക്കിൾ കൊണ്ട് ചെയ്യുക. അങ്ങനെ ചെയ്യുമ്പോൾ ഏതൊക്കെ ഫൈനുകളാണ് വരുന്നത് എന്നുള്ളത് നോക്കാം. ഡ്രൈവിംഗ് എ ട്രാൻസ്പോർട്ട് വെഹിക്കിൾ വിത്തൗട്ട് ഓതറൈസേഷൻ, അതായത് ഒരു ട്രാൻസ്പോർട്ട് വെഹിക്കിൾ ഒരു ഓതറൈസേഷൻ ഇല്ലാണ്ട്, ഇപ്പം ഞാൻ പറഞ്ഞല്ലോ, അതായത് അതിന് കൃത്യമായിട്ടുള്ള രേഖകളില്ലാതെ നമ്മൾ ഉപയോഗിക്കുമ്പോൾ വരുന്ന ഫൈനുകൾ എന്തൊക്കെയാണെന്ന് ഇതിലും നോക്കിക്കോളൂ. ഡ്രൈവർക്ക് സെക്ഷൻ 181 പ്രകാരം 5,000 രൂപ വരും. പിന്നെ ഇത് ആരാണോ ഇത് തന്നു വിടുന്നത് അത് ഓണർക്ക് സെക്ഷൻ 180 പ്രകാരം 5,000 രൂപ, അങ്ങനെ 10,000 രൂപയും അതിന് ഫൈൻ വരുന്നത്. ഇനി അടുത്തത് ഡേഞ്ചറസ് ആയിട്ട് ഡ്രൈവ് ചെയ്യുക. പിന്നെ അതേപോലെ ഹസാർഡ്സ് വെഹിക്കിൾ ഓതറൈസേഷൻ കാര്യങ്ങളില്ലാതെ ഉപയോഗിക്കുക, അല്ലെങ്കിൽ ഓതറൈസേഷൻ ഇല്ലാത്ത വണ്ടിയിൽ ഹസാർഡ്സ് സാധനങ്ങൾ കയറ്റുക. ഹസാർഡ്സ് എന്നൊക്കെ പറഞ്ഞാൽ നിങ്ങൾക്കറിയാം, തീ പിടിക്കാൻ സാധ്യതയുള്ള എല്ലാ മെറ്റീരിയൽസുകളും ഈ ഹസാർഡ്സ് ആയിട്ട് ബന്ധപ്പെടുത്തിട്ട് ആയിട്ട് വരും. ഹസാർഡ് ലൈസൻസ് എന്നൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. അപ്പോൾ അതങ്ങനെ എന്തെങ്കിലും ഒന്ന് ചെയ്തു കഴിഞ്ഞാൽ അത് ഫൈൻ എന്താണെന്നുള്ളത് നോക്കാം. ഡ്രൈവിംഗ് ഡേഞ്ചറസ് ആൻഡ് ഹസാർഡസ് വെഹിക്കിൾസ് വിത്തൗട്ട് ഓതറൈസേഷൻ, അതായത് ഡേഞ്ചറസ് ആയിട്ട് വാഹനം ഓടിക്കണതായാലും ശരി, ഇനി ഹസാർഡ്സ് വെഹിക്കിൾ അത് ഓതറൈസേഷൻ ഇല്ലാതെ, ഇത് രണ്ടിനും കൂടെ ഒരേ ഇത് തന്നെയാണ് വരുന്നത്. അതിൽ വരുന്നത് വയലേഷൻ സെക്ഷൻ 3(1) CR9 അങ്ങനെ 2 വരുന്നുണ്ട് ഡ്രൈവർക്ക്. ഇത് രണ്ടും കൂടെ ചേർന്ന് വരുമ്പോൾ ഇത് രണ്ടും കൂടെ ചേർത്തിയിട്ടാണ് വയലേഷൻ സെക്ഷൻ എടുക്കുന്നത്. പക്ഷേ നിങ്ങൾക്ക് അവിടെ പെനാൽറ്റി സെക്ഷൻ 181 ആയതുകൊണ്ട് അവിടെ 5,000 രൂപ ഫൈനാണ്. അത് തന്നുവിടുന്ന ഓണർക്ക് സെക്ഷൻ
180 5000. ഇത് രണ്ടും ഒരാളാണെങ്കിൽ ഈ രണ്ടും കൂടെ ഒരാൾ അടയ്ക്കേണ്ടി വരും എന്നുള്ളതാണ് എനിക്ക് തോന്നണത്. അതിനെക്കുറിച്ചൊരു കൃത്യത എനിക്ക് കിട്ടിയിട്ടില്ല. പക്ഷേ എങ്ങനെയാണെങ്കിലും നമ്മൾക്ക് ഒരു നെഗറ്റീവായിട്ടുള്ളൊരു കാര്യം പറയുകയാണെങ്കിൽ ഡ്രൈവർക്ക് 181 കേസ് എപ്പോൾ നിങ്ങൾക്ക് സെക്ഷൻ 181 ചേർത്ത് എഴുതിയോ ഷുവറാണ് 5000 രൂപ ഫൈന്. മനസ്സിലായിട്ടുണ്ടാവും തോന്നുന്നു. അടുത്തത് ഡിസ്ക്വാളിഫൈഡ് ആയിട്ടുള്ള ആൾക്കാർ ഡ്രൈവിംഗ് ലൈസൻസിന് അപേക്ഷിക്കുമ്പോഴോ അല്ലെങ്കിൽ അവരെന്തെങ്കിലും ഡ്രൈവ് ചെയ്യുക അങ്ങനെയുള്ള നടപടികളൊക്കെ. ഡിസ്ക്വാളിഫൈഡ് എന്ന് ഉദ്ദേശിക്കുന്നത് നമ്മൾക്ക് ലൈസൻസ് നിങ്ങൾ എന്തെങ്കിലും കാരണവശാൽ ബാർ ചെയ്തിട്ടുണ്ടാവും, 6 മാസം വാലിഡിറ്റി ഉണ്ടാവില്ല. ആ സമയത്ത് നിങ്ങളത് ലൈസൻസ് വണ്ടി ഓടിക്കുക അല്ലെങ്കിൽ ആ ലൈസൻസുമായിട്ട് ബന്ധപ്പെട്ട് വാഹനമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള വിത്തൗട്ട് ലൈസൻസ് ഇല്ലാതെ ആ സമയത്ത് ചെയ്യുന്ന കാര്യങ്ങൾ അങ്ങനെ എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ അത് ഏത് രീതിയിലാണ് അതിൻ്റെ ഫൈൻ വരും എന്നുള്ളത് നോക്കാം. ഡിസ്ക്വാളിഫൈഡ് ആയിട്ടുള്ള പേഴ്സൺസ് ഡ്രൈവ് ചെയ്താലോ അല്ലെങ്കിൽ അപ്ലൈയിങ് ആ സമയത്ത് ആ ഡിസ്ക്വാളിഫൈഡ് ആയിട്ടുള്ള സമയങ്ങളിൽ നിങ്ങൾ ഡ്രൈവിംഗ് ലൈസൻസായിട്ട് വാഹനമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ അതിൽ വരുന്നത് സെക്ഷൻ 182(1) ആണ്. ഡയറക്റ്റ് 10,000 രൂപ. 182(1) എന്ന് പറഞ്ഞ് എഴുതി കഴിഞ്ഞാൽ 10,000 രൂപയാണ്. അതിൻ്റെ വാല്യുവേഷൻ സെക്ഷൻ 5ഉം വാല്യുവേഷൻ സെക്ഷൻ 5ഉം പെനാൽറ്റി നിങ്ങൾക്ക് പെനാൽറ്റി സെക്ഷൻ 182(1)ഉം 182(1) എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 10,000 രൂപ ഡയറക്റ്റ് ആ ഓഫീസർക്ക് എഴുതാം. പിന്നെ ഒരു അപകടം സംഭവിച്ചു കഴിഞ്ഞാൽ ഇപ്പോൾ അത് അന്വേഷിക്കാൻ വരുന്ന ഉദ്യോഗസ്ഥർ നിങ്ങളോട് നിങ്ങളുടെ ലൈസൻസ് അതിൻ്റെ ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ ചോദിക്കുമ്പോൾ അത് നിങ്ങൾ പ്രൊഡ്യൂസ് ചെയ്യാതിരുന്ന അവിടെ എന്തെങ്കിലും നെഗറ്റീവായിട്ട് ആ ഇൻസ്പെക്ടിങ് ഓഫീസർക്ക് എതിരായിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്തു കഴിഞ്ഞാൽ അവർക്കൊരു നടപടി എടുക്കാൻ പറ്റും. അപ്പോൾ അത് നിങ്ങൾ വേണ്ട ഡോക്യുമെൻറ്റ്സ് കാണിക്കാതിരിക്കുക, പ്രോപ്പറായിട്ട് ചെയ്യാതിരിക്കുക. അവർ പറയുന്നതിന് വിരുദ്ധമായിട്ട് എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ അവർക്ക് ചെയ്യാവുന്ന ഒരു ഒഫൻസ് ഉണ്ട്. അതെന്താണെന്നുള്ളത് നോക്കാം. ഇതിൽ അതായത് നോട്ട് ഗിവിങ് ഇൻഫർമേഷൻ ലൈക്ക് നെയിം, അഡ്രസ് ആൻഡ് ലൈസൻസ് ഓഫ് ഡ്രൈവർ ആസ് ഡിമാൻഡ് ബൈ ആൻ ഓഫീസർ റിഗാർഡിങ് ആക്സിഡൻറ്റ്. അതായത് ആക്സിഡൻറ്റ് വല്ലതൊക്കെ സംബന്ധിച്ചിട്ട് ഇതിൻ്റെ അന്വേഷണ ഉദ്യോഗസ്ഥൻ നിങ്ങളോട് എന്താണ് പറയുക, ഇതിൻ്റെ ഡീറ്റെയിൽസ്, അഡ്രസ്സ്, കാര്യങ്ങൾ, ഇൻഫർമേഷൻ എന്തെങ്കിലും അതിനെക്കുറിച്ച് ചോദിക്കുമ്പോൾ അതിന് കൃത്യമായി കൊടുക്കാതിരുന്നു കഴിഞ്ഞാൽ വയലേഷൻ സെക്ഷൻ 133 പ്രകാരം പെനാൽറ്റി സെക്ഷൻ 187 ആണ് കേട്ടോ. നിങ്ങൾക്ക് സാധാരണ കേസ് നിങ്ങൾ ഈ മറ്റേ വാല്യുവേഷൻ ഇതൊന്നും നിങ്ങൾ കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ട. നിങ്ങളെ സെക്ഷൻ 187 പ്രകാരം 5000 രൂപ ആണ് നിങ്ങൾക്ക് ഫസ്റ്റ് ഒഫൻസിന് വരിക. വീണ്ടും അത് നിങ്ങൾ റിപ്പീറ്റ് ചെയ്തിട്ട് വീണ്ടും ഇതേപോലെയുള്ള ആവർത്തനങ്ങൾ ഉണ്ടായിക്കഴിഞ്ഞാൽ ഈ 5000 പോയിട്ട് അത് 10,000 രൂപയാകും. ഒരു ആൾ ലേണേഴ്സുള്ള ഒരാൾ ഇൻസ്ട്രക്ടർ ഇല്ലാതെ ഓടിക്കുക. അതായത് ഇപ്പോൾ സാധാരണ നിങ്ങൾക്കറിയാം ലേണേഴ്സുള്ള ഒരാൾക്ക് വാഹനം ഓടിക്കുമ്പോൾ കൂടെ ഇൻസ്ട്രക്ടറോ ലൈസൻസ് ഉള്ള ഒരാളോ കൂടെ ഉണ്ടാകണം എന്നുള്ളത്. ലൈസൻസ് ഉള്ള ഒരാൾ കൂടെ ഉണ്ടെങ്കിൽ അതിന് ഇൻസ്ട്രക്ടറായിട്ട് കണക്കാക്കും. അതില്ലാതെ നിങ്ങൾ ഒറ്റയ്ക്ക് വാഹനം ഓടിച്ചു പോയാൽ നിങ്ങൾക്ക് വരുന്ന ഫൈൻ എന്താണ്, അത് ഏത് സെക്ഷനാണ് എന്താണെന്നുള്ളത് നോക്കാം. ഹോൾഡർ ഓഫ് ലേണേഴ്സ് ലൈസൻസ് ഡ്രൈവിംഗ് എ മോട്ടോർ വെഹിക്കിൾ വിത്തൗട്ട് ആൻ ഇൻസ്ട്രക്ടർ. അതായത് ഇൻസ്ട്രക്ടർ ഇല്ലാണ്ട്, ഇപ്പോൾ പറഞ്ഞാൽ ഇൻസ്ട്രക്ടർ ഇല്ലാതെ നമ്മൾ ലേണേഴ്സ് ഉണ്ട്, നമ്മൾ ഒറ്റയ്ക്ക് വാഹനം ഓടിച്ചാൽ എന്ത് സംഭവിക്കും, പിടിച്ചു കഴിഞ്ഞാൽ ഇപ്പോൾ എന്നെ ഒരുപാട് ആൾക്കാർ വിളിക്കാറുണ്ട്, സാറേ ലേണേഴ്സ് ലൈസൻസിന് ഇനി വാഹനം ഓടിച്ചാൽ വല്ല പ്രശ്നമുണ്ടോ, അവർ പ്രത്യേകിച്ച് നോട്ട് ചെയ്യുക. അത് നിങ്ങൾക്ക് ഇൻസ്ട്രക്ടർ ഇല്ലാതെ നിങ്ങൾ ഒറ്റയ്ക്ക് ഓടിച്ചു കഴിഞ്ഞാൽ വേണമെങ്കിൽ ഒരു ഓഫീസർക്ക് സെക്ഷൻ 181 പ്രകാരം ഡ്രൈവർക്കുള്ള മാത്രമായിട്ടുള്ള ഫൈൻ എഴുതാൻ പറ്റും. കാരണം അവിടെ ഓണറിൻ്റെ ഇനി ബാക്കി ഇൻസ്ട്രക്ടർ കാര്യങ്ങൾ അവിടെ ഒന്നും വരുന്നില്ല. കാരണം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ലേണേഴ്സ് ഉള്ളതിലാണ് നിങ്ങൾക്ക് പകുതി ബലമായത്. പിന്നെ അതേപോലെ തന്നെ ലേണേഴ്സിൻ്റെ ആ ടൈമിൽ വാഹനം ഓടിക്കുമ്പോൾ വാഹനത്തിൽ എൽബോർഡ് ഒട്ടിക്കണമെന്നുണ്ട്. ആ എൽബോർഡ് ഒട്ടിക്കാതിരുന്നു കഴിഞ്ഞാൽ അത് എന്താണ് ഫൈൻ വരിക, അതിൻ്റെ സെക്ഷൻ എന്താണെന്നുള്ളത് നമുക്ക് അടുത്ത് നോക്കാം. ഹോൾഡർ ഓഫ് ലേണേഴ്സ് ലൈസൻസ് ഡ്രൈവിംഗ് എ മോട്ടോർ വെഹിക്കിൾ വിത്തൗട്ട് ഡിസ്പ്ലേയിങ് എന്താണ് എല്ല് എന്നുള്ളത്. ഇപ്പോൾ ലേണേഴ്സ് എടുത്ത ആൾക്കാർ എല്ല് എഴുതുമല്ലോ. അപ്പോൾ എന്നുള്ള ഇങ്ങനെയുള്ള ഡിസ്പ്ലേ അത് ലേണേഴ്സ് ആണെന്നുള്ളത് അറിയിക്കാതെ അത് ഡിസ്പ്ലേ ഇല്ലാതെ നിങ്ങൾ വാഹനം ഓടിച്ചാലും ഇതേപോലെ തന്നെ സെക്ഷൻ വാല്യുവേഷൻ സെക്ഷൻ 32ഉം CR 3C പ്രകാരം, നേരത്തെ നമ്മൾ 3B ആണ് മറ്റേതിൽ പറഞ്ഞത്, 3C പ്രകാരം. പിന്നെ പെനാൽറ്റി സെക്ഷൻ 181 കേട്ടോ. സെക്ഷൻ 181 പ്രകാരം ഡ്രൈവർക്ക് 5000 രൂപ ഫൈൻ അടയ്ക്കാൻ നിങ്ങൾ ബാധ്യസ്ഥരാണ്, അടയ്ക്കേണ്ടി വരും. പിന്നെ നിങ്ങൾ
ഇപ്പോൾ ഒറിജിനൽ ലൈസൻസ് നിങ്ങളടുത്ത് പ്രൊഡ്യൂസ് ചെയ്യാൻ പറയുമ്പോൾ അല്ലെങ്കിൽ ഒറിജിനൽസ് ഡോക്യുമെൻറ്റ്സ് പ്രൊഡ്യൂസ് ചെയ്യാൻ പറയുമ്പോൾ നിങ്ങൾ ശരി എന്ന് പറഞ്ഞ് പിന്നെ അതിൽ ഒരു പൊരുത്തക്കേട് കാണിക്കുകയെ അത് പ്രൊഡ്യൂസ് ചെയ്യാതിരിക്കുക ആ ടൈം ആ സമയത്ത് അത് എത്താതിരുന്നു കഴിഞ്ഞാൽ അതിനെതിരെ ഇതിൻ്റെ അധികാരികൾക്ക് നടപടിയെടുക്കാം. അതിൻ്റെ ഓഫൻസ് എന്താണെന്നും അതിൻ്റെ വാല്യുവേഷൻ സെക്ഷൻ ഏതാണെന്നും പെനാൽറ്റി സെക്ഷൻ ഏതാണെന്നുള്ളതും അതിന് എത്ര രൂപയാണെന്നുള്ളതും നമുക്ക് നോക്കാം. ഫെയിലിയർ ടു പ്രൊഡ്യൂസ് ഡ്രൈവിംഗ് ലൈസൻസ്, ഇത് ലൈസൻസ് എന്നാണ് കേട്ടോ, ഓൺ ഡിമാൻഡ്. അതായത് അവരാവശ്യപ്പെടുമ്പോൾ ലൈസൻസ് അവർ ഡിമാൻഡ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ലൈസൻസ് പ്രൊഡ്യൂസ് ചെയ്യാതിരുന്നാലും സെക്ഷൻ 177 പ്രകാരം 500 രൂപ നിങ്ങൾക്ക് ആദ്യം ഫൈൻ ചെയ്യും. വീണ്ടും അത് ആവർത്തിച്ചാൽ 1500 രൂപ. അപ്പോൾ നിങ്ങൾക്കിപ്പോൾ ഏകദേശം ഈ ഫൈന് എങ്ങനെയൊക്കെയാണ് വരിക എന്നുള്ളത്, അതായത് ഡ്രൈവിംഗ് ലൈസൻസ് സംബന്ധമായിട്ടുള്ള ഫൈനുകൾ ഏതൊക്കെയാണ്, എങ്ങനെയാണ്. ഇപ്പോൾ ലേണേഴ്സ് ഉണ്ടെങ്കിൽ വാഹനം ഓടിച്ചാൽ പിടിക്കുമോ സാർ എന്നുള്ളതിനുള്ള ഉത്തരവായി. അതിൽ എല്ല് ഒട്ടിച്ചില്ലെങ്കിൽ വല്ല പ്രശ്നമുണ്ടോ എന്നുള്ളതിന് ഉത്തരവായി. പിന്നെ ഡേഞ്ചറസ് ആയിട്ട് ഓടിച്ചാൽ, അത് ഓതറൈസേഷൻ ഇല്ലാതെ ഓടിച്ചാൽ, പിന്നെ ഡ്രൈവിംഗ് ലൈസൻസ് ഇല്ലാതെ ഓടിച്ചാലുള്ള പ്രശ്നം, പിന്നെ നമ്മൾ സമയങ്ങളിൽ ലൈസൻസുകൾ ചോദിക്കുമ്പോൾ അത് കാണിക്കാതിരുന്ന, അതേപോലെ ആക്സിഡൻ്റ് ആയ സമയത്ത് അതിൻ്റെ ഡീറ്റെയിൽസ് പ്രൊഡ്യൂസ് ചെയ്യേണ്ട. അപ്പോൾ ഇങ്ങനെ ഇത്രയും സംബന്ധിച്ചിട്ടാണ് ഇത്രയും റൂൾസുകളാണ് കോമൺ ആയിട്ട് ഡ്രൈവിംഗ് ലൈസൻസിനെ സംബന്ധിച്ചിട്ടുള്ള ഓഫൻസുകൾ. റൂൾസല്ല, ഓഫൻസുകൾ. ഇത്രയും ഓഫൻസുകളാണ് ഡ്രൈവിംഗ് ലൈസൻസ് സംബന്ധിച്ച് വരുന്നത്. അത് കറക്റ്റ് വാല്യുവേഷൻ സെക്ഷനും കൂടെ കിട്ടിയത് കൊണ്ട് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞെന്നുള്ളൂ. വാല്യുവേഷൻ സെക്ഷൻ നിങ്ങൾ നോക്കേണ്ട കാര്യമില്ല. നിങ്ങൾക്ക് കൃത്യമായി നിങ്ങൾ നോക്കേണ്ടത് സെക്ഷൻ 181 ആണോ, സെക്ഷൻ 182 ആണോ, സെക്ഷൻ 177 ആണോ, സെക്ഷൻ 191 ആ സെക്ഷനാണ് നിങ്ങൾക്ക് അവിടെ. അത് എസ് എന്നുള്ളതാണ് കൊടുത്തിട്ടാണ് ഞാൻ അതിൽ എഴുതിയിരിക്കുന്നത്. നിങ്ങൾ കൃത്യമായി കണ്ടിട്ടുണ്ടാവും. അപ്പോൾ അതിൽ ചിലത് വന്നിട്ട് നമ്മൾ മറ്റേ ലൈസൻസിൻ്റെ കാര്യമൊക്കെ കണ്ടില്ല, ലൈസൻസ് സ്പോട്ടിൽ ചോദിച്ചില്ലെങ്കിൽ ആദ്യം ഒരു ഫൈനാണ്, വീണ്ടും ചോദിച്ചിട്ട് കൊടുത്തില്ലെങ്കിൽ ആദ്യം ഒരു ഫൈന്, വീണ്ടും ഇത് ആവർത്തിക്കുകയാണെങ്കിൽ ആ ഫൈന് വീണ്ടും കൂടാൻ ഡബിളാകാനും ട്രിപ്പിളാകാനും സാധ്യതയുണ്ട്. അതായത് നിങ്ങൾ ഒരു പക്ഷേ വിചാരിക്കും ഇത് എങ്ങനെ അറിയുന്നില്ല, പക്ഷേ നിങ്ങൾ ചോദിച്ചിട്ട് കൊടുത്തില്ലെങ്കിൽ ഈ അന്വേഷണ ഉദ്യോഗസ്ഥൻ പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു ഉദ്യോഗസ്ഥനാണെങ്കിൽ കൃത്യമായിട്ട് അതിൻ്റെ റിമാർക്കിൽ ഞാൻ ഡേറ്റിൽ ആവശ്യപ്പെട്ടു, ഇത്രാം തീയതി ആവശ്യപ്പെട്ടു, അത് കിട്ടിയില്ല എന്ന് പറഞ്ഞിട്ട് ആ സെക്ഷൻ പ്രകാരം അവർ നോട്ട് ചെയ്ത് വെച്ചാൽ ആ സെക്ഷനിൽ നിന്ന് മാത്രമേ അടുത്ത ആൾ ആ ഫയൽ അടുത്ത ഓഫീസർ വന്ന് ഉപയോഗിക്കുമ്പോൾ കൃത്യമായിട്ട് ആ സെക്ഷൻ അവിടെ എടുത്ത് പറഞ്ഞ് ആ സെക്ഷൻ പ്രകാരം നിങ്ങളുടെ ഫൈന് ഇരട്ടിയാകാനുള്ള സാധ്യതകൾ വരുന്നത്. ഈ ഒരു കാര്യം കൃത്യമായി പഠിക്കുക. ഈ ഡ്രൈവിംഗ് ലൈസൻസിനെ കുറിച്ചുള്ള സെക്ഷൻ പഠിക്കുക. ഇനി അടുത്ത സെക്ഷനായിട്ട് അടുത്ത വീഡിയോയിൽ ഞാൻ അടുത്ത ഒരു കണ്ടക്ട് ലൈസൻസിൻ്റെയാണ് അടുത്ത വീഡിയോ എന്ന് പറയുന്നത്. അത് ചിലപ്പോൾ കണ്ടക്ട് ലൈസൻസും പിന്നെ അതുമായിട്ട് ബന്ധപ്പെട്ട് അടുത്തൊരു സംഭവമായിട്ട് ഞാൻ വരുമായിരിക്കും. കാരണം ഏകദേശം ഒരു 10 മിനിറ്റ് 15 മിനിറ്റ് വീഡിയോ പാടുള്ളൂ. ഇതിപ്പോൾ ആദ്യത്തെ വീഡിയോ ആയതുകൊണ്ട് കുറച്ച് ലെങ്ത്ത് കൂടും, കുറച്ച് എക്സ്പ്ലനേഷൻ ഇതിൽ വന്നതുകൊണ്ട് അത് കൃത്യമായി നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടിയിട്ടാണ് അത്രയും കാര്യങ്ങൾ ഡീറ്റെയിൽ ആയി ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഫേസ്ബുക്കിലാണ് കാണുന്നുണ്ടെങ്കിൽ ഫോളോ ചെയ്യാൻ മറക്കരുത്. ഇതിലാണെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ അമർത്തുക, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുക. പിന്നെ ഇപ്പോൾ എന്താ പറയുക, ലോക്ക്ഡൗൺ ടൈം ആയതുകൊണ്ട് വണ്ടികളൊക്കെ കയറ്റിയിട്ടിരിക്കുകയാണ്. അപ്പോൾ ഇതിനെക്കുറിച്ച് ഉള്ള ഒരു വണ്ടി കയറ്റിയിടുന്ന സമയത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ചുള്ളൊരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്. അത് എൻ്റെ വേറൊരു ചാനലായ NDI മീഡിയ എന്നൊരു ചാനലുണ്ട്. ആ ചാനലിൽ അതിൻ്റെ വീഡിയോ വ്യക്തമായി കൊടുത്തിട്ടുണ്ട്. കാരണം ഇതിപ്പോൾ ഈ PSC ആയി ബന്ധപ്പെട്ടത് വരെ വരുന്നതുകൊണ്ട് ബാക്കിയുള്ള സംഭവങ്ങൾ എനിക്ക് ചെയ്യാൻ പറ്റുന്നില്ല. അപ്പോൾ NDI മീഡിയ എന്നുള്ളതിൽ ചെയ്തിട്ടുണ്ട്. അതിൽ ആൾക്ക് വ്യൂവേഴ്സും കാര്യങ്ങളൊക്കെ കുറവാണ്, സബ്സ്ക്രൈബേഴ്സ് കുറവാണ്. പക്ഷേ എങ്കിലും ആവശ്യക്കാരുണ്ടെങ്കിൽ എൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അതിൻ്റെ ലിങ്ക് ഞാൻ ഇടാം. ആ ലിങ്ക് പ്രകാരം നിങ്ങൾ ഡയറക്റ്റ് അതിൽ പോയിട്ട് അതിനെ കണ്ട് മനസ്സിലാക്കും. ഇത്രയും പറഞ്ഞുകൊണ്ട് I am Jagdish for National Driving Institute. Goodbye.